വിശദമായ വാർത്തകളിലേക്ക്. സാധന സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. സിമന്റ്, കമ്പി, ഇലക്ട്രിക്സ് എന്നിവയ്ക്കെല്ലാം വില വർദ്ധിച്ചത് സാധാരണക്കാരായ ഉപഭോക്താക്കളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കി. സിമന്റിന്റെയും കമ്പിയുടെയും വിലവർധനയാണ് പ്രധാനമായും നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇലക്ട്രിക്കൽസ്, പൈപ്പുകൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. ഈ കോവിഡിന് ശേഷം വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ്. സിമന്റ് ആയാലും കമ്പി ആയാലും എല്ലാ മേഖലകളിലും എല്ലാ മെറ്റീരിയൽസിനും ഒരു മാനദണ്ഡവും ഇല്ലാതെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി സാധാരണക്കാരുടെ വീട് നിർമ്മാണത്തിനെയും കാര്യമായി ബാധിക്കുന്നു. വിലക്കയറ്റം നേരിടാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഈ രംഗത്തെ സംഘടനയായ ലെൻസ്ഫെഡ് പറയുന്നത്. ഈ വിലക്കയറ്റം ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഏറ്റവും കൂടുതൽ അനുഭവസ്ഥർ ശരിക്കും സാധാരണ ജനങ്ങളാണ്. നിർമ്മാണ മേഖല നടക്കുന്നതിൽ 80% നടക്കുന്ന സാധാരണക്കാരുടെ വീടുകളാണ്. ഈ സാധാരണക്കാരുടെ വീടുകളിൽ നിർമ്മാണം നടത്തുന്ന സാധാരണക്കാരനാണ് ഈ നിർമ്മാണ മേഖലയിലെ വിലക്കയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഓൻ്റെ ജീവിതത്തെ ഘട്ടം തന്നെ മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പോകുന്നത്. ഭൂമിയുടെ തരം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വടകരയിൽ ചേർന്ന ലെൻസ്ഫെഡ് സമ്മേളനം ആവശ്യപ്പെട്ടു. CR സോൺ മാപ്പ് ഉടൻ പുറത്തിറക്കി തീരദേശ മേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വടകര. കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിലെ പാതയോരത്തെ കാഴ്ച മറച്ചു നിൽക്കുന്ന കുറ്റിക്കാടുകൾ വെട്ടിമാറ്റാൻ നടപടിയില്ല. പകൽ സമയത്ത് പോലും ഇടുക്കി ശാന്തൻപാറ പേത്തൊട്ടി റോഡിൽ കാട്ടാനകൾ ഇറങ്ങുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ. തോട്ടം മേഖലയായ പേത്തൊട്ടിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പാതയാണ് ശാന്തൻപാറ പേത്തൊട്ടി റോഡ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. കൃഷിയിടങ്ങളിൽ ആനകൾ പതിവായി ഇറങ്ങാറുണ്ട്. റോഡിലെ കുറ്റിക്കാടുകൾക്കും മരങ്ങൾക്കും പിന്നിൽ ആനകൾ നിലയുറപ്പിക്കുന്നതും പതിവാണ്. എപ്പോഴാണെങ്കിലും ഇവിടെ വരുന്ന ചെറിയ വാഹനങ്ങൾക്കും ആളുകൾക്കും നേരെ ആനകൾ പാഞ്ഞെടുക്കുന്ന ദിവസങ്ങളാണ് ഇപ്പോൾ ഈ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേത്തൊട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ, അമ്മമാരും കുട്ടികളും വൃദ്ധന്മാരൊക്കെ തന്നെ ഈ ശാന്തൻപാറയിലാണ് സാധനം വാങ്ങാൻ വേണ്ടി എല്ലാം വരുന്നത്. ശാന്തൻപാറയുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നിത്യേന ഈ റോഡിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആനക്കൂട്ടം നിൽക്കുന്ന ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. ആനപ്പേടി മൂലം പകൽ സമയത്ത് പോലും റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാഴ്ച മറച്ചു നിൽക്കുന്ന കുറ്റിക്കാടുകൾ വെട്ടിമാറ്റുന്നതിനും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. വേനൽ കടുത്തു. കടുത്ത വേനലിൽ പറവകൾക്ക് കുടിവെള്ളമൊരുക്കി ഗുരുവായൂർ നഗരസഭയിലെ ഹെൽത്ത് ജീവനക്കാർ. നഗരസഭയുടെ ഓഫീസ് പരിസരത്തും പ്രധാന കവലകളിലുമാണ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ചേർന്ന് പറവകൾക്കും അലിഞ്ഞുതിരിയുന്ന മൃഗങ്ങൾക്കുമായി കുടിവെള്ള ശേഖരം ഒരുക്കിയത്. വേനൽ കടുത്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് എല്ലാ ജീവജാലങ്ങൾക്കും കുടിവെള്ളമൊരുക്കാൻ ഗുരുവായൂർ നഗരസഭയിലെ ഹെൽത്ത് ജീവനക്കാർ രംഗത്തെത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റിനേഷും സുജിത്തും പ്രദീപും മറ്റ് ജീവനക്കാരും ചേർന്നാണ് കിളികൾക്ക് കുടിവെള്ളമൊരുക്കാൻ ഊഞ്ഞാൽ കെട്ടി പാത്രത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. എന്നും രാവിലെ ഓഫീസിലെത്തിയാൽ ആദ്യം ചെയ്യുന്നത് ഈ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കലാണ്. കടുത്ത ഈ വേനൽ തൃശ്ശൂർ ജില്ല അടക്കം 4 ഡിഗ്രിയോളം കൂടുതൽ ചൂട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ വെള്ളം കിട്ടാനുള്ള സാഹചര്യം പറവകൾക്കില്ലാത്തതുകൊണ്ട് നമ്മൾ നഗരസഭയുടെ പല ഭാഗങ്ങളിലും കിളികൾക്ക് വേണ്ടിയിട്ട് വെള്ളം സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് കുടിക്കുന്നതിന് വേണ്ടി. 15ഓളം വെള്ളം നിറച്ച പാത്രങ്ങൾ മരത്തിൽ ഇത്തരത്തിൽ കെട്ടിത്തൂക്കി കഴിഞ്ഞു. മറ്റു വാർഡുകളിലും ഇത്തരം സംവിധാനം ഒരുക്കുന്ന തിരക്കിലാണിവർ. 4 ഡിഗ്രി വരെ ചൂടേറാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധ അഭിപ്രായം. കടുത്ത ചൂടാണ് വരും ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ പോകുന്നത്. അവധി ദിവസങ്ങളിലും ഇവർ എത്തി കിളികൾക്ക് പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കുന്നുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. വേനൽ അതിശക്തമായതോടെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മുതുവല്ലൂർ പഞ്ചായത്തിലെ പാറക്കുളം നവീകരിച്ചു. 100ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുളം 7 ലക്ഷം രൂപ ചെലവിലാണ് നവീകരിച്ചത്. നവീകരിച്ച പാറക്കുളം നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ഷജിനി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. മുതുവല്ലൂർ 11ാം വാർഡിലെ വലിയ ജലാശയം കൂടിയാണിത്. 100ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചടങ്ങിൽ മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ശിഹാബ്, CA ബിപ്പാച്ചു, സലാഹ് ഹാജി, MB മുഹമ്മദ്, TK ഉസ്മാൻ, MB സൈദലവി, CK അൻസാരി, ബഷീർ മാസ്റ്റർ, C മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊണ്ടോട്ടി. മാസങ്ങൾക്കു ശേഷം തിരുവനന്തപുരം ശംഖുമുഖം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ബീച്ചിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.
കടലാക്രമണത്തിൽ റോഡ് തകരാതിരിക്കാൻ ഡയഫ്രം സംരക്ഷണ ഭിത്തി ഒരുക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ വർഷം നിരന്തരമുണ്ടായ കടലാക്രമണത്തിൽ 50 മീറ്റർ നീളത്തിലും 18 മീറ്റർ വീതിയിലും ശംഖുമുഖം റോഡ് തകർന്നിരുന്നു. ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡ് അടച്ചതോടെ മാസങ്ങളോളമാണ് യാത്രക്കാർ വലഞ്ഞത്. ഇതിന് പിന്നാലെയാണ് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. കടലാക്രമണത്തിൽ റോഡ് വീണ്ടും തകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുനർനിർമ്മാണം. ഓരോ ദിവസവും റിവ്യൂ നടത്തി, ഞങ്ങൾ തന്നെ പങ്കെടുത്ത് മറ്റു യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ഒരു തവണ യോഗം നടത്തി. തുടർ നടപടികൾ ഫലപ്രദമായി കാര്യങ്ങൾ നടക്കുന്നെന്നുള്ള പരിശോധന നടത്തി. അറിയിച്ചും അറിയാതെയും ഇവിടെ വരികയും പരിശോധിക്കുകയും ചെയ്ത സ്ഥിതിയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഡയഫ്രം വാൾ നിർമ്മാണം നമ്മൾ നിശ്ചയിച്ച പ്രകാരം ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. അവരെ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുകയാണ്. 360 മീറ്റർ നീളത്തിൽ ഡയഫ്രം വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ക്യാപ് ഫില്ലിംഗ് നടത്തി അതിന് മുകളിലാണ് ടാർ ഇട്ടത്. ബീച്ചിൻ്റെ ഭാഗത്ത് കരിങ്കല്ലിടുന്നത് പുരോഗമിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ന്യൂസ് 18 തിരുവനന്തപുരം. സർവശിക്ഷ കേരള നടപ്പിലാക്കുന്ന സർഗ കൈരളിയിലൂടെ കേരളത്തിന്റെ കലാസാംസ്കാരിക പൈതൃകത്തെ അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികൾ. മലപ്പുറം ഇരുമ്പളിയം പഞ്ചായത്തിൽ വേറിട്ട അനുഭവം ഒരുക്കിയാണ് സർഗ കൈരളി വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കെത്തിയത്. നാടിന്റെ വൈവിധ്യപൂർണമായ കലാ സാംസ്കാരിക പൈതൃകത്തെ അറിയുക വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. ക്ലാസ് റൂം പഠനത്തിനൊപ്പം നാട്ടിലെ കലാരൂപങ്ങളെയും വാദ്യോപകരണങ്ങളെയും അടുത്തറിയുന്നതിനുള്ള സാഹചര്യമൊരുക്കുകയാണ് സർഗകേരളി എന്ന പദ്ധതിയിലൂടെ സർവശിക്ഷ കേരള. കുട്ടികളുടെ താളബോധത്തെയും കലാവാസനയും പരിപോഷിപ്പിക്കുകയാണ് സർഗകൈരളി എന്ന പരിപാടിയുടെ ലക്ഷ്യം. പുരാതന കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് നാടൻ കലകളുണ്ട്. ഈ നാടൻ കലകളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ്. കാരണം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത്തരം കലാരൂപങ്ങളെ പറ്റി യാതൊരു അറിവും ഇല്ല എന്ന് മാത്രമല്ല, ഈ കലകളൊക്കെ ബഹുമുഖത്ത് നിന്നും അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥ പോലുമുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് നാടൻ കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെയൊക്കെ ജീവിതം തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കാരണം അവർ ഈ കലയെ മാത്രം ഉപജീവിച്ചുകൊണ്ട് ജീവിതം കഴിച്ച ആളുകളാണ്. ആസ്വാദനത്തിൻ്റെ തനിമ ലഭിക്കണമെങ്കിൽ ഇതെന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ കലോത്സവം പോലെയല്ല. പുള്ളുവൻ പാട്ട്, മാപ്പിളപ്പാട്ട്, തിറ, ചെണ്ട, ഉടുക്കുപാട്ട്, സോപാന സംഗീതം, ചിന്തുപാട്ട്, നാടൻ പാട്ട്, ചവിട്ടുകളരി, വ്യത്യസ്ത ഗാനശാഖകളെ പരിചയപ്പെടുത്തൽ, വ്യത്യസ്ത വാദ്യോപകരണങ്ങളെ പരിചയപ്പെടുത്തൽ തുടങ്ങി വിവിധ ഇനം കലാപരിപാടികൾ നടന്നു. സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കുന്ന സർഗകേരളി പ്രോഗ്രാം വലിയകുന്ന് HALP സ്കൂളിലാണ് അരങ്ങേറിയത്. 7 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ 60 കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. തൂതപ്പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മാണവുമായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത്. ജനകീയ പങ്കാളിത്തത്തോടെയാണ് തടയണ നിർമ്മിക്കുന്നത്. വേനൽ ശക്തമായതോടെ കുടിവെള്ളം ലഭ്യമാക്കുകയാണ് തടയണ നിർമ്മാണത്തിന്റെ ലക്ഷ്യം. വേനൽക്കടുത്തതോടെ തിരുവേഗപ്പുറ ഭാഗങ്ങളിൽ തൂതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വേനൽ ചൂട് കൂടുകയും ജലനിരപ്പ് കൂടുതൽ താഴുകയും ചെയ്താൽ കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാകും. ഈ സാഹചര്യത്തിലാണ് തിരുവേഗപ്പുറയിലെ കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടെ ജനകീയമായാണ് തടയണ നിർമ്മാണം. ഇവിടെ ഒരു സ്ഥിരമായ തടയണ വേണം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാവാത്ത ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മിക്കുകയും അത് പ്രകാരം വെള്ളം തടഞ്ഞു നിർത്തി ഡാം തുറക്കുമ്പോൾ വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി പമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. മണൽച്ചാക്കുകൾ ഉപയോഗിച്ചാണ് തടയണ നിർമ്മാണം. പമ്പ് ഹൗസിലേക്ക് വെള്ളം കിട്ടുന്ന രീതിയിലാണ് നിർമ്മാണം. വേനൽക്കാലത്ത് കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ ജലസമൃദ്ധി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് തടയണ നിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികൾ ശേഖരിച്ച 25,000 പുസ്തകങ്ങളുമായി പയ്യോളി ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്കൂൾ ലൈബ്രറികളിൽ ഒന്നാണ് ധനുസ് എന്ന പേരിൽ സ്കൂളിൽ തുടങ്ങിയത്. പൊതുജന സഹകരണത്തിൽ ശേഖരിച്ച 25,000 പുസ്തകങ്ങളുള്ള ലൈബ്രറിയാണ്
പയ്യോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേത്. ധനുസ് എന്ന പേരിൽ ആരംഭിച്ച ലൈബ്രറി ആൻഡ് റീസർച്ച് സെന്റർ ഇനി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ അക്ഷയഖനിയാവും. അത്യാധുനിക സൗകര്യങ്ങളാണ് ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുള്ളത്. 25,000 പുസ്തകങ്ങൾ പുസ്തകപ്പയറ്റ് നടത്തി ശേഖരിച്ചതാണ്. സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും പുസ്തക ശേഖരണത്തിൽ സഹായിച്ചു. 15 ലക്ഷം രൂപയുടെ ഫർണിച്ചറിന്റെ ഫണ്ട് കണ്ടെത്താനായി നാടകോത്സവവും സംഘടിപ്പിച്ചു. ജനകീയമായാണ് ഈ പുസ്തകം മുഴുവൻ സംഘടിപ്പിച്ചത്. പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, പയ്യോളിയിലെയും തിക്കോടിയിലെയും നാട്ടുകാർ, പൗരപ്രമുഖർ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആണ് പുസ്തകം സംഘടിപ്പിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മികച്ച PTA കമ്മിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ച പയ്യോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടങ്ങളിൽ ഫർണിച്ചറുകൾ ജനകീയ കമ്മിറ്റിയാണ് തയ്യാറാക്കിയത്. ഫറൂഖ് കോളേജിലെ ലൈബ്രറി സയൻസ് വിദ്യാർത്ഥികളാണ് പുസ്തകങ്ങൾ ക്രമീകരിച്ചത്. ന്യൂസ് 18 പയ്യോളി. ദീർഘകാലം അധ്യാപകനായിരുന്ന സഹപ്രവർത്തകന്റെ ഓർമ്മയിൽ പുസ്തകമിറക്കിയ വടകര JNM ഹയർ സെക്കൻഡറിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. കാഴ്ചശക്തിയില്ലാതെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി മാറിയ ഷറഫുദ്ദീന്റെ ഓർമ്മകളാണ് പുസ്തകത്തിന്റെ താളുകളിൽ നിറഞ്ഞുനിന്നത്. വടകര JNM ഹയർ സെക്കൻഡറി സ്കൂളിന് ഷറഫുദ്ദീൻ എന്ന പ്രിയപ്പെട്ട അധ്യാപകനെ മറക്കാൻ കഴിയില്ല. 2003 മുതൽ 2020 വരെയാണ് ഇദ്ദേഹം ഇവിടെ സോഷ്യൽ സയൻസ് അധ്യാപകനായി പ്രവർത്തിച്ചത്. കാഴ്ചശേഷിയില്ലെന്ന പരിമിതിയെ കഠിനാധ്വാനം കൊണ്ട് പടവെട്ടി വിജയിച്ച ഷറഫുദ്ദീൻ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ആ ജീവിതത്തെ പുനരവതരിപ്പിക്കാനാണ് സഹപ്രവർത്തകർ പുസ്തകം തയ്യാറാക്കിയത്. കുട്ടികളുടെ ക്ലാസ് മുറിയിൽ മാത്രമല്ല, ക്ലാസ് മുറിക്ക് പുറത്തും അദ്ദേഹത്തിൻ്റെ ഓരോ കുട്ടികളുടെയും വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ആ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മനഃശാസ്ത്രപരമായിട്ട് തന്നെ ഓരോ കുട്ടിയെയും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നൊരു അധ്യാപകനായിരുന്നു. ഓർമ്മയുടെ ശലഭവഴിയിൽ ഇങ്ങനെയും ഒരാൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ ഓർമ്മ പുസ്തകത്തിൽ ഷറഫുദ്ദീനെ കുറിച്ചുള്ള സുഹൃത്തുക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഓർമ്മക്കുറിപ്പുകളും കവിതകളും ചിത്രങ്ങളുമുണ്ട്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ സോമൻ കടലൂർ പുസ്തകം പ്രകാശനം ചെയ്തു. ന്യൂസ് 18 വടകര. യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് 6 ദിവസത്തെ ദുരിതവാസത്തിനു ശേഷം മണിക്കൂറുകൾ നടന്നും നിന്നും ഗോവിന്ദ് നാട്ടിൽ തിരിച്ചെത്തി. നാട്ടിലെത്തുമ്പോഴും യുദ്ധഭൂമിയിലെ കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എടപ്പാൾ സ്വദേശി ഗോവിന്ദിന്. ഹാർക്കിവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആദ്യവർഷ MBBS വിദ്യാർത്ഥിയാണ് എടപ്പാൾ ശുഗപുരം ഇന്ദീവരത്തിലെ നാരായണൻകുട്ടി ഷീജ ദമ്പതികളുടെ മകനായ ഗോവിന്ദ്. ഫെബ്രുവരി 24-നാണ് ഗോവിന്ദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിന് അടിയിലുള്ള ബങ്കറിലേക്ക് താമസം മാറിയത്. 650ഓളം വിദ്യാർത്ഥികൾക്ക് ശ്വാസം വിടാൻ പോലും ഇടം ഇല്ലാത്തതായിരുന്നു ആ ബങ്കർ. ഭക്ഷണത്തിനും ഏറെ ബുദ്ധിമുട്ടനുഭവിച്ചു. ആദ്യ ദിനങ്ങളിൽ ഭക്ഷണം ലഭിച്ചെങ്കിലും പിന്നീട് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ടാപ്പിലെ ഉപ്പും ക്ലോറിനും അടങ്ങിയ വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. 5 ദിവസം കഴിഞ്ഞാണ് ഏജന്റുമാരുടെയും മറ്റും നിർദ്ദേശാനുസരണം ഹാർക്കിവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ നടന്ന് എത്തിയത്. 31 മണിക്കൂർ ബസ്സിലായിരുന്നു പിന്നീടുള്ള യാത്ര. 120 പേരെ ബസ്സിനുള്ളിൽ കുത്തി നിറച്ചിരുന്നു. യുക്രൈൻ അതിർത്തി ബുദോമാരിസിലെത്തി അവിടെ നിന്ന് 5 കിലോമീറ്റർ കൂടി നടന്നാണ് വിമാനത്താവളത്തിൽ എത്തിയത്. ഞങ്ങളിതാ ഇന്നലെ രാത്രി 11 മണി മുതലിതാ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഈ സമയം വരെ വേണേൽ തികച്ചും പറയാം ഈ ഒരു നിൽക്കുകയാണ് ബോർഡർ കിടക്കുന്നതിന് വേണ്ടി. ഇതാ അതാണ് ബോർഡർ, ആ കാണുന്ന ഏരിയയാണ് ഫുൾ ബോർഡർ. 2000-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. അതിൽ 4-5 യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു നിനക്ക് നിൽക്കുകയാണ് ഒരു നല്ലൊരു ഓർഡറിൽ. ഡൽഹിയുടെ മണ്ണിൽ തൊടുമ്പോഴും കഴിഞ്ഞുപോയതിന്റെ ഞെട്ടൽ മാറിയിരുന്നില്ല 19-കാരനായ ഗോവിന്ദിന്. ഒരാഴ്ച കൊണ്ട് 10 കിലോയിലേറെ തൂക്കം കുറഞ്ഞതറിഞ്ഞപ്പോൾ അതിശയമായിരുന്നു. നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ബന്ധു രവി മേനോനോട് ഒപ്പമാണ് ഗോവിന്ദ് വീട്ടിൽ എത്തിയത്. ന്യൂസ് 18 തിരൂർ. ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ എടുക്കാൻ വന്ന വിദ്യാർത്ഥിക്ക് തുടർച്ചയായി 3 ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവെച്ചതായി പരാതി. കുറ്റിപ്പുറം സ്വദേശി ജാസിം ജവാദിനാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 3 തവണ പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചത്. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വെള്ളിയാഴ്ച 3 തവണ കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവെച്ചതായാണ് ജാസിം ജവാദിന്റെ പരാതി. കുറ്റിപ്പുറം മൂടാൽ MM ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് ജാസിം. കുത്തിവെപ്പ് എടുത്തതിനു ശേഷം തൊട്ടടുത്തുള്ള നിരീക്ഷണ മുറിയിൽ വിശ്രമിക്കുന്നതിനിടെ അവിടെയുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് 3 തവണ കുത്തിവെപ്പെടുത്ത വിഷയം ഉന്നയിച്ചത്. 3 തവണ കുത്തിവെപ്പെടുക്കുന്നത് ഈ കുട്ടി കണ്ടിരുന്നതായി ജാസിം പറയുന്നു. 3 വട്ടം കുത്തി. അപ്പോൾ
എൻ്റെ അടുത്തുള്ളൊരു കുട്ടി പറഞ്ഞ് അവൾ 3 ഡോസ് കുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കേട്ടുക്കോന്ന് എനിക്കറിയില്ല. സിസ്റ്റർ പറഞ്ഞ് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് 1/2 മണിക്കൂർ ഇരുന്ന് 11:48 ഞാൻ ഇവിടുന്ന് പോയി. വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് 3 ഡോസ് എടുത്തിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇതുവരെ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്ത് വീട്ടിലെത്തി വിവരം അറിയിച്ചതോടെ രക്ഷിതാക്കൾ കുട്ടിയെയും കൂട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി മെഡിക്കൽ സൂപ്രണ്ടിനും കുറ്റിപ്പുറം പോലീസിനും പരാതി നൽകി. ജാസിൻ ജാവദിനെ താലൂക്ക് ആശുപത്രിയിൽ 1 ദിവസത്തെ നിരീക്ഷണത്തിനായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. പ്രതിസന്ധി നേരിടുന്ന ഇടുക്കിയിലെ ഏലം മേഖലയുടെ പുനരുജ്ജീവനത്തിനായി ബജറ്റിൽ പദ്ധതികൾ ഇല്ലാത്തത് കർഷകരെ നിരാശയിലാക്കുന്നു. ഉൽപാദന ചെലവ് കുറയ്ക്കാനും വിലസ്ഥിരത ഉറപ്പുവരുത്താനും പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. 1 കിലോ ഏലത്തിന് നിലവിൽ ലഭിക്കുന്ന ശരാശരി വില 1000 രൂപയിൽ താഴെയാണ്. ഉൽപാദന ചെലവ് 1300-ലധികം വരും. കീടനാശിനികളുടെയും വളങ്ങളുടെയും അമിത വില വർധനവ് ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നതിനിടയാക്കി. ഏലം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ബജറ്റിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. കേന്ദ്ര ബജറ്റിന് പിന്നാലെ സംസ്ഥാന ബജറ്റിലും ഏലം കൃഷിയുടെ ഉന്നമനത്തിനായി പദ്ധതികൾ പ്രഖ്യാപിക്കാതിരുന്നത് കർഷകരെ നിരാശയിലാക്കി. വിലയില്ലാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനിടെ കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ ഒരു പരിഗണനയില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ കേരള ബഡ്ജറ്റ് വന്നപ്പോൾ അതിലും കർഷകരെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്ന ഒരു രീതിയല്ല കാണുന്നത്. അത് വളരെ പ്രതിഷേധാർഹമാണ്. 1 കിലോ ഏലത്തിന് കുറഞ്ഞത് 1500 രൂപയെങ്കിലും തറവില നിശ്ചയിക്കണമെന്നത് കർഷകർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. വളങ്ങളുടെയും കീടനാശിനികളുടെയും വില അടിക്കടി ഗണ്യമായി ഉയർത്തുന്നതിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതിനോടൊന്നും അനുകൂലമായ പ്രതികരണമല്ല കേന്ദ്ര സംസ്ഥാന ബജറ്റിലുണ്ടായെന്നാണ് കർഷകരുടെ ആരോപണം. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാന ബജറ്റിൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികൾ കാർഷിക വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിയിലെ കർഷകർ. ഇടുക്കി പാക്കേജിനായി തുക വകയിരുത്തിയതും വികസനത്തിന് മുതൽക്കൂട്ടാകും. കേരളത്തിലെ തനത് കാർഷിക വിളകളുടെ സംസ്കരണം, വിപണനം, യന്ത്രവൽക്കരണം, മൂല്യവർദ്ധന ഉൽപ്പാദനം തുടങ്ങിയ നവീന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ളത്. അഗ്രികൾച്ചർ പാർക്കുകൾ, ഫുഡ് പ്രോസസിംഗ് പാർക്കുകൾ തുടങ്ങിയവ കാർഷിക ജില്ലയായ ഇടുക്കിയുടെ വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി പാക്കേജിനായി 75 കോടി രൂപ വകയിരുത്തിയതും കാർഷിക വികസനത്തിന് സഹായിക്കും. കാർഷിക മേഖല വളരെയധികം തകർച്ചയിൽ നേരിടുന്ന ഈ സന്ദർഭത്തിൽ 75 കോടി രൂപ കാർഷിക മേഖലയ്ക്ക് തന്നിട്ടുള്ള ഗവൺമെന്റിന്റെ ഈ നടപടി വളരെയധികം ഇടുക്കിയിലെ കർഷകരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം നൽകുന്ന നടപടിയാണ്. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഏലം മേഖലയ്ക്കായി യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. നിലവിൽ 1000 രൂപയിൽ താഴെയാണ് 1 കിലോ ഏലയ്ക്ക് ലഭിക്കുന്ന ശരാശരി വില. ഇനിയെങ്കിലും കേരള ഗവൺമെൻറ് അതിന് പുതിയൊരു പാക്കേജുകൾ എന്തെങ്കിലും പ്രഖ്യാപിച്ച് കർഷകർക്ക് വേണ്ടുന്ന ഉത്തേജനം നൽകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുന്നതിനായി 7 കോടി രൂപ വകയിരുത്തതും ഇടുക്കിക്ക് ആശ്വാസകരമാണ്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശം ഇടുക്കിയിലെ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിടെ 40-ലധികം ജീവനുകളാണ് ഇവിടെ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. നഷ്ടപരിഹാരം തേടി നമ്മൾ വിവിധ വകുപ്പുകളെ സമീപിച്ചാൽ, സർക്കാരിനെ, വനംവകുപ്പിനെ സമീപിച്ചാൽ വളരെ തുച്ഛമായ തുക, അതും വളരെ നാളുകൾക്ക് ശേഷമാണ്. മരണപ്പെട്ട ആളുകൾക്ക് പോലും ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതും വർഷങ്ങൾക്ക് ശേഷമാണ്. നഷ്ടപരിഹാരത്തിനായി തുക വകയിരുത്തിയെങ്കിലും ഇടുക്കിയിലെ അതിർത്തി മേഖലയിലെ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള പദ്ധതികൾ ബജറ്റിലില്ല. ന്യൂസ് 18 ഇടുക്കി. 100 മേനി വിളഞ്ഞ വാരപ്പെട്ടി കരിങ്ങാട്ടിൻമേൽ പാടത്ത് കൊയ്ത്തുത്സവം നടത്തി. സുഭിക്ഷ കേരളം തരിശുരഹിത പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി ഇഞ്ചൂരിലെ കരിങ്ങാട്ടിൻമേൽ പാടശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ശ്രദ്ധേയമായി. 8 ഏക്കർ തരിശായ പാടത്താണ് കോതമംഗലം അഗ്രോ സർവീസ് സെന്ററിന്റെയും വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും സഹായത്തോടെ നെൽകൃഷി ചെയ്തത്. തരിശ് നിലങ്ങളിൽ പൂർണ്ണമായി കൃഷി ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാരപ്പെട്ടി ഗ്രാമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളും ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത വരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തരിശുരഹിത പഞ്ചായത്തായി വാരപ്പെട്ടിയെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലങ്ങളും, തരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും ഈ വർഷം കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം.
പട്ടാമ്പി നഗരസഭയിൽ സമഗ്ര കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കാൻ നടപടി ആരംഭിച്ചു. പ്ലാന്റും ടാങ്കും നിർമ്മിക്കുന്നതിന് നഗരസഭ സ്ഥലം ഏറ്റെടുത്തു. നഗരസഭയിൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായാൽ കുടിവെള്ള വിതരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച മണ്ഡലമായി പട്ടാമ്പി മാറും. നഗരവികസനത്തിനുള്ള കേന്ദ്ര പദ്ധതിയായ അമൃതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിനായി 6 കോടി രൂപയുടെ അനുമതി ലഭിച്ചിരുന്നു. സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് പുതിയ പ്ലാന്റും ടാങ്കും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കുടിവെള്ള പദ്ധതി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം നഗരസഭ ഏറ്റെടുത്തു. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുഹമ്മദ് മുഹസിൻ MLA യുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി പ്ലാന്റിനും അതുപോലെ തന്നെ ടാങ്കിനും സ്ഥലം ഏറ്റെടുത്ത് നൽകിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി പ്രോജക്റ്റ് ഡിവിഷനെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വിളിച്ചത്. നിലവിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടിയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. എന്നാൽ 6 കോടി കൊണ്ട് പൂർണ്ണമായി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നും പൂർണ്ണമായി പുതിയൊരു പദ്ധതി, അതായത് നിലവിലെ നമ്മുടെ പ്ലാന്റും അതുപോലെ ടാങ്കും എല്ലാം പുതുതായി കൊണ്ട് തന്നെ പ്രോജക്റ്റായി വെക്കണം എന്ന് തീരുമാനിച്ചു. നിലവിൽ നഗരസഭയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധീകരണശാലയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. DPR തയ്യാറായതിനു ശേഷം പുതിയ പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് അമൃതിന്റെ ഡയറക്ടറുമായി ചർച്ച നടത്താൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. മാരത്തൺ താരത്തിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ട്രയാത്തലൺ. വാഹനാപകടത്തിൽ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ പെരിന്തൽമണ്ണ സ്വദേശി അബ്ദുൽ ഖാദറിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് ട്രയാത്തലൺ സംഘടിപ്പിച്ചത്. മംഗളൂരുവിൽ വെച്ച് 2020 മാരത്തൺ ഓട്ടക്കാരനായ അബ്ദുൽ ഖാദറിന് അപകടത്തിൽ 2 കാലുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്നാണ് റോയൽ റണ്ണേഴ്സ് ക്ലബ്ബ് ട്രയാത്തലൺ സംഘടിപ്പിച്ചത്. 3.8 കിലോമീറ്റർ നീന്തൽ, 180 കിലോമീറ്റർ സൈക്ലിംഗ്, 42 കിലോമീറ്റർ ഓട്ടം, ഇങ്ങനെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആലുവ തോട്ടുമുഖത്ത് നിന്ന് 4 കിലോമീറ്റർ നീന്തി ആലുവ ശിവരാത്രി മണപ്പുറത്തിന് സമീപം തെക്കേക്കടവിലെത്തിയവരെ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അബ്ദുൽ ഖാദർ ഒരു കാർ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് കാലിന് വളരെ പരിക്ക് വന്നിട്ട് ബെഡ് റിഡാണ് ഇപ്പോഴും. അപ്പോൾ ആൾക്ക് 10-15 ലക്ഷം രൂപ ഓൾറെഡി ചിലവായി. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ശ്രമിക്കുകയാണ്. റോയൽ റണ്ണേഴ്സ് കാലിക്കറ്റാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഞങ്ങളെല്ലാവരെയും മുക്തകണ്ഠം അഭിനന്ദനങ്ങൾ 1000 നേരുകയാണ്. ആലുവയിൽ ആരംഭിച്ച ട്രയാത്തലൺ കോഴിക്കോട് ബീച്ചിലാണ് അവസാനിച്ചത്. ക്ലബ്ബ് താരങ്ങളായ സുജീഷ് നായർ, അനസ്, ഷാനവാസ് എന്നിവരാണ് മാരത്തണിൽ പങ്കെടുത്തത്. ട്രയാത്തണിലൂടെ ലഭിക്കുന്ന തുക പൂർണ്ണമായും അബ്ദുൽ ഖാദറിന്റെ ചികിത്സയ്ക്കായി വിനിയോഗിക്കും. ന്യൂസ് 18 ആലുവ. സഹപ്രവർത്തകന്റെ ചികിത്സാ സഹായത്തിന് ബിരിയാണി ചലഞ്ചുമായി ഡിവൈഎഫ്ഐ. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണാശ്ശേരിൽ റഹീമിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. കഴിഞ്ഞ മാസം ദേശീയപാതയിൽ കായംകുളം കരിയിലക്കുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിൽ റഹീമിന് സാരമായി പരിക്കേൽക്കുകയും വലതുകാൽ മുറിച്ചുമാറ്റുകയും ചെയ്തിരുന്നു. നിലവിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് റഹീം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാവുന്നതായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ചുടുകാട് യൂണിറ്റ് ബിരിയാണി ചാലഞ്ചുമായി രംഗത്തെത്തിയത്. ഈ ബിരിയാണി ചലഞ്ച് വഴി കിട്ടുന്ന സാമ്പത്തികം മുഴുവനായി ആ കുടുംബത്തിന്റെ റഹീമിന്റെ ചികിത്സയ്ക്കായി ചെലവഴിക്കണമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇത് ആരംഭഘട്ടത്തിൽ ആ കുടുംബത്തിന് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചത്. ഏതാണ്ട് ബിരിയാണി ചലഞ്ച് കഴിയുന്നതോടുകൂടി തന്നെ ഏതാണ്ട് 3 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബത്തിന് കൊടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നാണ് ഇതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള സഖാക്കൾ, പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. വിഭവങ്ങൾ മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെയാണ് സമാഹരിച്ചത്. 3000-ഓളം ബിരിയാണി പാക്കറ്റുകൾ ചലഞ്ചിലൂടെ തയ്യാറാക്കി നൽകി. കിട്ടിയ മുഴുവൻ തുകയും റഹീമിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.